ഹലോ, വെൽക്കം ടു ഹൗസ് ഓഫ് നാഷ്. ക്രൈം ത്രില്ലർ മൂവീസ് ഒക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മളുടെ പ്രത്യേകിച്ച് എനിക്കൊരു അഹങ്കാരമുണ്ട്. ഞാൻ എല്ലാ ക്രൈം ത്രില്ലർ മൂവീസും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, തമിഴിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ക്രൈം ത്രില്ലർ മൂവീസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കൾട്ട് ക്ലാസിക് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയ ഒരു പടത്തിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. 1989 ഏറ്റവും വലിയ കോംബോ, അത് നമുക്കറിയാമല്ലോ, ഏറ്റവും നല്ല കോമ്പോസ് വരുന്ന നല്ലൊരു കഥാകൃത്തും നല്ലൊരു സ്റ്റോറി ടെല്ലറും നല്ലൊരു ഡയറക്ടറും നല്ലൊരു ആക്ടറും കൂടെ ഉണ്ട്. ഇറ്റ്സ് ഗോണ ബി എ സൂപ്പർ ഹിറ്റ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഗോണ ബി എ മാർവലസ് ബിഗ് മൂവി എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ 1989 റിലീസായ ഉത്തരം തുറന്ന സിനിമയുണ്ട്. ഐം ഷുവർ നിങ്ങൾ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരിക്കും. എം ടി വാസുദേവൻ നായർ എഴുതി, പവിത്രൻ എന്ന് പറഞ്ഞ ആൾ സംവിധാനം ചെയ്ത, മമ്മൂട്ടി, പാർവതി, സുകുമാരൻ, സുപർണ എന്ന് പറഞ്ഞാൽ ഞാൻ ഗന്ധർവിലൊക്കെയുള്ള പുള്ളിക്കാരത്തിയൊക്കെ ആക്ട് ചെയ്തിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് പറഞ്ഞാൽ പോലീസുകാർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ തന്നെയാണ്. ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടി നടക്കുന്ന ഒരു എന്തുകൊണ്ടാണ് സംഭവിച്ചു പോയി എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ്. ജോൺസൺ മാഷും വിദ്യാധരൻ മാഷുമാണ് അതിന്റെ മ്യൂസിക് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടും ബാക്കി മ്യൂസിക് സ്കോറും സോങ്സും ഒക്കെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ബ്രില്യൻ മൂവി കേട്ടോ. 1989 റിലീസ് ആയെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി? കാരണം പലപ്പോഴും ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയെ കുറിച്ച് അങ്ങനെ അധികം ആരും പറഞ്ഞ് കേൾക്കാറില്ല. പലപ്പോഴൊക്കെ കേൾക്കാറുണ്ടില്ല എന്നല്ല, പക്ഷെ ഇത്രയും വലിയൊരു കൾട്ട് ക്ലാസിക് ആയിട്ട് പോലും അതിന് അതിൻ്റെതായ രീതിയിൽ അത് റീച്ച് ആയിട്ടുണ്ടോ ഇപ്പോഴത്തെ സമയത്തുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇഫ് യു ഗൈസ് ഹാവ് മിസ്ഡ് ഇറ്റ്, ഡെഫിനറ്റ്ലി വാച്ച് ആണ്. യൂട്യൂബിൽ അതുണ്ട്, നല്ല ക്വാളിറ്റിയുണ്ട്. യൂട്യൂബിൽ അത് ഡെഫിനറ്റ്ലി ഉണ്ട്. ഉത്തരം എന്നാണ് സിനിമയുടെ പേര്. ഇത്രയും ട്വിസ്റ്റും ടേണും മനുഷ്യ മനസ്സിനെ ഇങ്ങനെ എടുത്തു വെച്ച് അമ്മാനമാടുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സാധനം. ലെജൻഡറി എം ടി വാസുദേവൻ നായർ, അദ്ദേഹം ഒരു കൾട്ട് തന്നെയാണെന്നുള്ള കാര്യം വീണ്ടും വീണ്ടും എല്ലാ സിനിമകളിലും ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു മൂവിയാണിത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയ ഒരു പടമാണ്. കാരണം നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ, കാരണം നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ള കുറെ ട്വിസ്റ്റും ടേണും ഒക്കെ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എഡ്ജ് ഓഫ് ദ സീൻ ത്രില്ലർ എന്ന് പറഞ്ഞാൽ അങ്ങനെ നെയിൽ ബൈറ്റിംഗ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ ഒരു മിനിറ്റ് പോലും ബോറടിക്കാത്ത രീതിയിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു മൂവിയാണ്. ഐ ഗീവ് കംപ്ലീറ്റ്ലി 4.7 ഔട്ട് ഓഫ് 5 ഫോർ ദിസ് മൂവി. ഇറ്റ്സ് അവൈലബിൾ ഓൺ യൂട്യൂബ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ വെരി മച്ച്.